ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുകയാണ് ഇന്ന് പാകിസ്ഥാൻ. സിന്ധു നദിയിലെ ജലം ഉടൻ ലഭിച്ചില്ലെങ്കിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് പാകിസ്ഥാനിൽ നിന്നും വിലാപങ്ങൾ ഉയരുന്നു. പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും കർഷകരുടെ കലാപം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഭീകരതയെ അനുകൂലിക്കുന്ന പാകിസ്ഥാൻ നിലപാടുകൾ ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടുകയാണ് ഭാരതം. UN സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനമാണ് ഭാരതം ഉയർത്തിയത്. ഭീകരവാദികളെയും സാധാരണക്കാരെയും ഒരുപോലെ കാണുന്ന പാകിസ്ഥാൻ, നിഷ്കരണം നിരപരാധികളെ കൊന്നൊടുക്കുന്ന പാകിസ്ഥാൻ, ഭാരതത്തിന്റെ ആത്മാവിനെ നോവിച്ച പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ നിന്നും ഇന്നുയരുന്നത് വിലാപങ്ങളാണ്, അപേക്ഷകളാണ്. എക്കാലവും ഭീകരതയെ പെറ്റുപൂറ്റിയ പാകിസ്ഥാൻ ഇന്ന് പട്ടിണി മരണം മുന്നിൽ കാണുന്നു. ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നു. അക്രമം മാത്രം കൈമുതലാക്കിയ പാകിസ്ഥാൻ ഇന്ന് മനസ്സിലാക്കുകയാണ്, ശക്തമായ നിലപാടുകളും കരുത്തരായ ഭരണാധികാരികളുമുള്ള ഇന്നത്തെ ഭാരതത്തിന് മുന്നിൽ അവരുടെ പൊള്ളയായ ഭീഷണികൾ വിലപ്പോവില്ലെന്ന്. ഭാരതത്തിന് നേരെ ആദ്യമുയർന്നത് ഭീഷണികളാണെങ്കിൽ ഇപ്പോൾ ഉയർന്നത് വിലാപങ്ങളാണ്. പാക് പാർലമെന്റിലെ സെനറ്ററുടെ വിലാപം ലോകം മുഴുവൻ കണ്ടു. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ അംഗമായ സയ്യിദ് അലി സഫറാണ് വിഷയം പാക് പാർലമെന്റിൽ ഉന്നയിച്ചത്. സിന്ധു നദീജല കരാർ ഭാരതം മരവിപ്പിച്ചതിനെ ജലബോംബെന്നാണ് പാക് സെനറ്റർ വിശേഷിപ്പിച്ചത്. ഭാരതമിട്ട ജലബോംബിനെ എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കണമെന്ന് സയ്യിദ് അലി സഫർ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടു. സിന്ധു നദി പാകിസ്ഥാന്റെ ജീവനാഡിയാണ്. പാകിസ്ഥാനിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും സിന്ധു നദിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കുമെന്നും സയ്യിദ് അലി സഫർ പാക് പാർലമെന്റിൽ പറഞ്ഞു. अगर ये पानी का क्राइसिस नहीं अभी सॉल्व करेंगे तो हम भूखे मर सकते हैं. उसकी वजह ये है कि इंडस बेसिन जो है वो ही हमारा लाइफलाइन है. 3/4 जो पानी हमारा आता है सर टोटल बाहर से आता है. हमारी 10 में से 9 लोग जो है ये इंडस वाटर बेसिन के ऊपर ही रिलाय करके अपनी ज़िंदगी बसर कर रहे हैं. 90% स्टेटिस्टिक्स के मुताबिक 90% जो हमारी क्रॉप्स हैं, जो हमारी फसलें हैं, वो इस पानी पर डिपेंड करती हैं. हमारे जितने पावर प्रोजेक्ट्स हैं, जितने डैम्स हैं, वो इसी पानी के ऊपर बने हुए हैं. तो इसलिए अगर ये हम इसको हम समझते हैं कि ये एक वाटर बॉम्ब हमारे ऊपर पड़ा हुआ है जिसको हमने डिफ्यूज़ करना है, इसको ख़त्म करना है. പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ 3/4 ഭാഗവും രാജ്യത്തിന് പുറത്തുനിന്നാണ് വരുന്നത്. 10ൽ 9 പേരും സിന്ധു നദീതടത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. രാജ്യത്തെ 90% കൃഷിയും ഈ നദിയെ ആശ്രയിച്ചാണുള്ളത്. രാജ്യത്തെ ഭൂരിഭാഗം ജലവൈദ്യുത പദ്ധതികളും ഈ നദിയിലാണ്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഒരു ജലബോംബാണെന്ന് പറയുന്നത്. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഭാരതം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. അതേസമയം പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും കർഷകരുടെ കലാപം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കോർപ്പറേറ്റ് കൃഷി, കനാലുകളുടെ നിർമ്മാണം, കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില നിശ്ചയിക്കാനുള്ള സർക്കാർ വിസമ്മതം എന്നിവയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തമാവുകയാണ്. IMF $1 ലക്ഷം കോടി കൂടി പാകിസ്ഥാന് വായ്പയായി നൽകിയതിന്റെ പേരിൽ ഒട്ടേറെ കർശന നടപടികളാണ് പാക് സർക്കാർ നടപ്പിലാക്കുന്നത്. ഇത് കർഷകരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കൃഷി ലാഭകരമാക്കുന്നതിന് കോർപ്പറേറ്റ് ഫാമിംഗ് തുടങ്ങാൻ IMF നിർദ്ദേശിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കുകയാണ്. കൃഷി ലാഭകരമാക്കാൻ കർഷക ഭൂമി പിടിച്ചെടുത്ത് വലിയ ഭൂപ്രദേശത്ത് കൃഷി ഇറക്കാനാണ് നീക്കം. സൈന്യമാണ് കർഷകരുടെ ചെറിയ ഭൂമികൾ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത്. ഇതോടെ സൈന്യത്തിനെതിരെയും കർഷകർ തിരിയുന്നു. ഇതിനൊപ്പം സിന്ധു നദിയിലെ വെള്ളം ലഭിക്കാത്തതും കർഷകരെ വിരളി പിടിപ്പിക്കുന്നു. കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഭാരതം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ജലം ഭാരതത്തിൽ തന്നെ നിർത്തുന്നതിനുള്ള സംവിധാനമില്ല. സിന്ധു നദിയിൽ നിന്നും വെള്ളം പാകിസ്ഥാനിലെ താഴ്ന്ന ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. ജലം ഭാരതത്തിൽ തന്നെ നിലനിർത്താൻ ഭാവിയിൽ മോദി സർക്കാർ സംവിധാനം നടപ്പിലാക്കിയാൽ പാകിസ്ഥാൻ പൂർണ്ണമായും തകരും. കാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി നടക്കുന്നത് സിന്ധു നദിയിലെ ജലം കൊണ്ടാണ്. ജലലഭ്യത നിലച്ചാൽ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന കർഷകർ കലാപത്തിലേക്ക് പോകും. അത്തരത്തിലൊരു പ്രക്ഷോഭം നേരിടാൻ കഴിയുന്ന സ്ഥിതിയിലല്ല ഇന്നത്തെ പാക് സർക്കാർ. അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ കർഷകരെ പരമാവധി സന്തോഷിപ്പിച്ചു നിർത്താൻ മറ്റ് പ്രവിശ്യകളിൽ നിന്നുള്ള സിന്ധു നദീജലം കൂടി പഞ്ചാബിലേക്ക് കനാൽ കെട്ടി ഒഴുക്കിവിടാനാണ് പാക് സർക്കാർ ശ്രമിക്കുന്നത്. ഗ്രീൻ പാകിസ്ഥാൻ ഇനീഷ്യേറ്റീവ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക്
2025 ഫെബ്രുവരിയിൽ പാക് സൈന്യത്തലവൻ അസിം മുനീറും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസും ചേർന്നാണ് തുടക്കമിട്ടത്. $330 കോടി മുതൽ മുടക്കുള്ള പദ്ധതിക്ക് പഞ്ചാബിലെയും സിന്ധിലെ ചില ഭാഗങ്ങളിലെയും മുൻപ് കൃഷിക്ക് അനുയോജ്യമല്ലാതെ കിടന്ന ഏക്കർ കണക്കിന് ഭൂമിക്ക് ജലസേചനം സാധ്യമാക്കാൻ പദ്ധതി സഹായിക്കുമെന്നായിരുന്നു അവകാശവാദം. പാകിസ്ഥാനെ ഭക്ഷ്യസുരക്ഷയിലേക്ക് നയിക്കാൻ പദ്ധതി സഹായിക്കുമെന്നാണ് അനുകൂലികളുടെ വാദം. എന്നാൽ സിന്ധു നദിയിൽ നിന്നും കൂടുതൽ വെള്ളം വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കമാണെന്നാരോപിച്ച് ഏപ്രിൽ മാസത്തോടെ സിന്ധിൽ പ്രതിഷേധം ആരംഭിച്ചു. പ്രവിശ്യയിലെ കൃഷിക്കും അതിന്റെ നിലനിൽപ്പിനെയും ഇത് ബാധിക്കുമെന്നും വിമർശനമുയർന്നു. പഞ്ചാബിലെ ഭൂപ്രഭുക്കന്മാർക്ക് സഹായകമാകുന്ന പദ്ധതി സിന്ധിൽ ജലക്ഷാമത്തിന് കാരണമാകുമെന്നും അവർ ആരോപിച്ചു. കനാൽ വിഷയത്തോടെ പഞ്ചാബും സിന്ധും തമ്മിൽ ദീർഘകാലമായി നിലനിന്ന ശത്രുത വീണ്ടും ഉയർന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതം കരാർ മരവിപ്പിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി. സിന്ധിൽ കൂടുതൽ ജലക്ഷാമമുണ്ടാകുമെന്ന ഭീതിയും ഉയർന്നു. തുടർന്ന് പദ്ധതിക്കെതിരെ വ്യാപകമായി പ്രതിഷേധമുയർന്നു. കറാച്ചി തുറമുഖത്തിലേക്കുള്ള ചരക്കു നീക്കത്തെ ബാധിക്കും വിധത്തിൽ പ്രതിഷേധമുയർന്നതോടെ വിഷയത്തിൽ അഭിപ്രായൈക്യം സ്വരൂപിക്കും വരെ പദ്ധതി നിർത്തിവെക്കുന്നതായി ഏപ്രിൽ 24 പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് പിന്നാലെയും പദ്ധതി എന്നേക്കുമായി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധമുയർന്നു. തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെന്ന് പ്രഖ്യാപിച്ചെങ്കിലും രഹസ്യമായി നിർമ്മാണം തുടരുന്നെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ സിന്ധു പ്രവിശ്യയിലെ കർഷകർ പാക് സൈന്യത്തിനും പോലീസിനുമെതിരെ തിരിഞ്ഞിരുന്നു. സിന്ധു പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി സിയാവുൾ ഹസൻ ലാഞ്ചറിന്റെ വീട് കലാപകാരികൾ കത്തിക്കുകയും ചെയ്തു. പാക് പോലീസുമായുള്ള വെടിവയ്പിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. വെള്ളം വഴിതിരിച്ചുവിടാൻ കനാലുകളും കൂടുതൽ സംഭരിക്കാൻ ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ ഭാരതം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ ഇതിൽ മാറ്റമില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഭാരതം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ ഭാരതം തുറന്നുകാട്ടുകയാണ്. UN സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനമാണ് ഭാരതം ഉന്നയിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഭാരതം പറഞ്ഞു. ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് പാകിസ്ഥാനെ തുറന്നുകാട്ടിയത്. പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണക്കാരാണ്. ഭാരതത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് പാകിസ്ഥാൻ പ്രതിനിധി നടത്തിയ അഭിപ്രായത്തിന് മറുപടിയായി ഭാരതം ശക്തമായാണ് തിരിച്ചടിച്ചത്. ഭീകരവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ പാകിസ്ഥാൻ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ലെന്നും അത്തരമൊരു രാജ്യത്തിന് സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്നും പി ഹരീഷ് പറഞ്ഞു. India has experienced decades of Pakistani-sponsored terrorist attacks across our borders. This has ranged from the horrific 26/11 attack on the city of Mumbai to the barbaric mass murder of innocent tourists in Pahalgam in April 2025. The victims of Pakistani terrorism have been predominantly civilians, since its objective has been to attack our prosperity, our progress and our morale. For such a nation to even participate in a discussion on protection of civilians is an affront to the international community. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ ആവർത്തിച്ച് പൗരന്മാരുടെ സംരക്ഷണം ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച കുപ്രസിദ്ധ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ മുതിർന്ന സർക്കാർ, പോലീസ്, സൈനിക ഉദ്യോഗസ്ഥർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് നമ്മൾ അടുത്തിടെ കണ്ടു. ഇതിനെല്ലാം പുറമെ പാകിസ്ഥാൻ സൈന്യം ഭാരതത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടു. 20-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗുരുദ്വാരകൾ, ക്ഷേത്രങ്ങൾ, കോൺവെന്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചു. ഇത്തരം പെരുമാറ്റത്തിനു ശേഷം ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് വെറും കാപട്യമാണ്. ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെ വേരോടെ പിഴുതെറിയുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. Pakistan has repeatedly used a civilian cover to advance the cause of terrorism. We just recently saw senior government, police and military officials pay respects at the funeral of noted terrorists targeted by Operation Sindoor.
A nation that makes no distinction between terrorists and civilians has no credentials to speak about protecting civilians. Earlier this month, the Pakistani army deliberately shelled our border villages, killing more than 20 civilians and injuring more than 80. There was intentional targeting of places of worship, including gurudwaras, temples and convents, as well as medical facilities. To preach at this body after such behavior is grossly hypocritical. Let us be clear. Protection of civilians should not serve as an argument for protection of UN-designated terrorists. The international community must come together on zero tolerance for terrorism and calling out those who sponsor and defend it. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് ലോകം മുഴുവൻ കണ്ടതാണ്. പാകിസ്ഥാൻ തൊടുത്തുവിട്ട തുർക്കിയുടെയും ചൈനയുടെയും മിസൈലുകൾ ഭാരതം നിലം തൊടിയിക്കാതെ തകർത്തു. ചൈനയുടെ ഉപഗ്രഹ സംവിധാനമായ ബെയ്ദുവിന്റെ സേവനം പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ നിർണായക ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മെയ് 16-നാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ ലാഹോറിലെ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പാക് സൈനിക ആസ്ഥാനങ്ങളും തകർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാന് കൂടുതൽ സഹായവുമായി ചൈന എത്തിയിരിക്കുന്നത്. ഉപഗ്രഹ കവറേജ് വർദ്ധിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന് കൂടുതൽ പിന്തുണയേകാനും ഭാരതത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെ വിവരം ധരിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് റിപ്പോർട്ട്. 5G വാർത്താവിനിമയ സൗകര്യം ലഭ്യമാക്കുന്നതിലൂടെ പാകിസ്ഥാന് കൂടുതൽ പിന്തുണ നൽകാനാണ് ചൈനയുടെ നീക്കം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് സൈനിക സംവിധാനങ്ങൾക്ക് ഭാരതം കനത്ത നാശം വിതച്ചിരുന്നു. ചൈനയുടെ പക്കൽ നിന്നും ലഭിച്ച ജെറ്റുകളും മിസൈൽ സംവിധാനങ്ങളുമാണ് പാക് ആയുധശേഖരത്തിന്റെ ഭൂരിഭാഗവും. അവയുടെ മുനയൊടിക്കാൻ ഭാരതത്തിന് നിഷ്പ്രയാസം കഴിയുമെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അതിർത്തിയിലെ പാക് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ 10ഓളം ഉപഗ്രഹങ്ങളാണ് ഭാരതം വിന്യസിച്ചിരുന്നത്. എക്കാലവും ഭാരതത്തോട് തോറ്റ ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. പാഠം പഠിക്കാതെ പാകിസ്ഥാൻ ഇനിയും ഭാരതത്തിന് നേർക്ക് തിരിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇനി വെറും ചരിത്രമായി മാറും.